ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായ രണ്ടാം തവണയും മികച്ച വിജയം നേടിയതോടെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷകൾ കോൺഗ്രസിൽ ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. നീണ്ട 10 വർഷത്തിനു ശേഷം തങ്ങൾക്ക് സംസ്ഥാന ഭരണത്തിൽ എത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. പക്ഷെ പ്രശ്നം മുഖ്യമന്ത്രി ആരാകുമെന്നതാണ്. ഇനി ജയിച്ചാൽ തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിപിടിക്കാകും കേരളം സാക്ഷ്യം വഹിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചരടുവലികൾ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴേ ശക്തമായി കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, KPCC അധ്യക്ഷൻ കെ സുധാകരൻ, പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം MP-യുമായ ശശി തരൂർ, മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല എന്നിവരാണ് മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നവർ. രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളായ ഹരിപ്പാട് നിന്നും പറവൂരിൽ നിന്നും വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ പ്രശ്നമുള്ളത് നിലവിലെ MP-മാരായ കെ സുധാകരനും ശശി തരൂരിനും നിയമസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ MP സ്ഥാനം രാജിവെക്കേണ്ടതായി വരും. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിടുന്ന ഇരുവരും തങ്ങൾക്ക് ഉചിതമായ നിയമസഭാ മണ്ഡലങ്ങൾ കണ്ടുവച്ചിട്ടുമുണ്ട്. കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് കെ സുധാകരന്റെ നീക്കം. കഴിഞ്ഞ 2 തവണയായി കോൺഗ്രസിലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ വിജയിക്കുന്ന കണ്ണൂർ മണ്ഡലമാണെങ്കിൽ ചരിത്രപരമായി കോൺഗ്രസ് അനുകൂല മണ്ഡലവുമാണ്. പിണറായി വിജയന്റെ ധർമ്മടത്ത് CPM-ന് ഭൂരിപക്ഷം 2000 വോട്ടിലേക്ക് താഴ്ത്തിക്കെട്ടി നേടിയ 1,00,000 വോട്ടിന്റെ വിജയമാണ് കെ സുധാകരനെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് പ്രേരിപ്പിക്കുന്നത്. 3 തവണ നിയമസഭയുടെ പടികയറാൻ അവസരം നൽകിയ കണ്ണൂർ നിയമസഭാ മണ്ഡലമാണ് സുധാകരൻ ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ CPM-ന്റെ ഉരുക്കുകോട്ടകളിൽ ഒന്നിൽ മത്സരിക്കുന്നതും സുധാകരൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള സുധാകരന്റെ ദൂരവും കുറയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,00,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാൻ കഴിഞ്ഞതും കെ സുധാകരന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. 1996, 2001, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂരിൽ നിന്നും കെ സുധാകരൻ വിജയിച്ചിട്ടുണ്ട്. MP സ്ഥാനം രാജിവെച്ചാലും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നില്ലെന്നതും സുധാകരന് അനുകൂലമായ ഘടകമാണ്. കണ്ണൂരിന് പകരം തളിപ്പറമ്പ് പോലുള്ള CPM-ന്റെ ശക്തി കേന്ദ്രത്തിൽ മത്സരിക്കാനും സുധാകരന് ആലോചനയുണ്ട്. അങ്ങനെയെങ്കിൽ വിജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള അവകാശവാദത്തിന് മൂർച്ചയേറും. തിരുവനന്തപുരത്തെ ശശി തരൂറും നീക്കങ്ങൾ ശക്തമാക്കുകയാണ്. തലസ്ഥാന ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലമെന്ന് മാത്രമാണ് തരൂർ ക്യാമ്പ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ തരൂർ ഒഴിഞ്ഞാൽ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയം നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്ക കോൺഗ്രസിൽ സ്വാഭാവികമായും ഉയരും. തരൂർ ഇല്ലാതെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാധ്യത ഏറും. ഈ സാഹചര്യത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള തരൂരിന്റെ ആഗ്രഹത്തിന് ഹൈക്കമാൻഡ് പച്ചക്കൊടി വീശിയേക്കില്ല. ആറ്റിങ്ങലിലെ സിറ്റിംഗ് MP-യായ അടൂർ പ്രകാശിനും നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട്. പഴയ തട്ടകമായ കോന്നിയാണ് അടൂർ പ്രകാശ് ഉന്നമിടുന്നത്. തൃശൂരിൽ പരാജയപ്പെട്ട K മുരളീധരനും സീറ്റൊഴിഞ്ഞ TN പ്രതാപനും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്. പ്രതാപിന് കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ തൃശൂരായിരിക്കും ലഭിക്കുക. K മുരളീധരന്റെ പഴയ തട്ടകമായ വട്ടിയൂർക്കാവിൽ ഇതിനോടകം തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ വിജയം സംസ്ഥാന സർക്കാരിനെതിരായ വികാരമാണെന്നും ഭരണമാറ്റം ഉറപ്പാണെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. ഇതാണ് പാർട്ടിക്കകത്തെ മുഖ്യമന്ത്രി മോഹികളുടെ എണ്ണം കൂട്ടുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞുവീശിയ അനുകൂല തരംഗത്തിൽ സംസ്ഥാനത്ത് 100-ലേറെ നിയമസഭാ മണ്ഡലങ്ങളിൽ UDF മുന്നിലെത്തിയത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരുമോ എന്ന ചർച്ചയിലാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ. 140 നിയമസഭാ സീറ്റുകളിൽ 110 മണ്ഡലങ്ങളിൽ UDF മുൻതൂക്കം നേടിയപ്പോൾ 19 മണ്ഡലങ്ങളിൽ മാത്രമാണ് LDF-ന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചത്. BJP മിന്നും പ്രകടനമാണ് നടത്തിയത്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറന്ന BJP 11 നിയമസഭാ സീറ്റുകളിൽ ഒന്നാമതെത്തി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 99 സീറ്റുകൾ നേടിയപ്പോൾ UDF-ന് 41 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. അവിടെ നിന്നാണ് ഇപ്പോഴത്തെ മാറ്റം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമാണ് സ്ഥിതിവിശേഷം. അന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF 20-ൽ 19 സീറ്റും നേടിയപ്പോൾ LDF-ന് 1 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 91 സീറ്റുകൾ നേടിയ ഇടതുപക്ഷത്തിന് 2019-ൽ 16 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ലീഡ് നേടാൻ സാധിച്ചത്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 123-ലും UDF ആണ് ഒന്നാമതായി എത്തിയത്. തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനാണ് ലീഡ് ചെയ്തത്. 7 മണ്ഡലങ്ങളിൽ BJP രണ്ടാമതായി എത്തുകയും ചെയ്തു. പക്ഷേ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രം മാറുകയും ചെയ്തു. 2016-ൽ ഇടത് സർക്കാരിന് 91 സീറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ 2021-ൽ അത് 99 ആയി ഉയർന്നു.
ഇനി 2026 കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാനാകുമോ എന്ന് പരിശോധിച്ചാൽ കേരളത്തിൽ പൊതുവെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാർ കൂടുതലും ഇടതുപക്ഷത്തെ അധികാരത്തിൽ ഏറ്റുമ്പോൾ നേരെമറിച്ച് പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് അനുകൂലമായാണ് വോട്ട് ചെയ്യുന്നത്. 1957 സംസ്ഥാനം രൂപീകരിച്ചതിനു ശേഷം 2024 വരെയായി 17 പൊതു തെരഞ്ഞെടുപ്പുകൾ നടന്നു. ഇതിൽ UDF ഇടതുപക്ഷ സഖ്യത്തെക്കാൾ 13 മടങ്ങ് സീറ്റുകൾ നേടിയിട്ടുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടുന്നുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിന് നേട്ടം ആവർത്തിക്കാനാവാത്ത സ്ഥിതിയാണ് ഉള്ളത്. UDF 2016 മുതൽ അധികാരത്തിന് പുറത്താണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് 47% വോട്ട് ലഭിച്ചപ്പോൾ LDF-ന് 36% വോട്ട് മാത്രമാണ് ലഭിച്ചത്. 15% വോട്ടുകളാണ് NDAക്ക് നേടാനായത്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ LDF 45% വോട്ട് നേടി തിരിച്ചു വന്നപ്പോൾ UDF-ന് 39% വോട്ട് മാത്രമേ നേടാനായുള്ളൂ. 12% വോട്ടുകൾ NDAക്ക് ലഭിച്ചു. ഇത്തവണ UDF-ന് 46% വോട്ടും LDF-ന് 34% വോട്ടുമാണ് ലഭിച്ചത്. എന്നാൽ NDA തങ്ങളുടെ വോട്ടിംഗ് വിഹിതം 19% ഉയർത്തി. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തി മോദിയെ അട്ടിമറിക്കുമെന്ന പ്രതീക്ഷയിൽ ബഹുഭൂരിപക്ഷം കേരളീയരും വീണ്ടും UDF-ന് വോട്ട് ചെയ്തുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നിരുന്നാലും ഇത്തവണ രണ്ടാം പിണറായി സർക്കാരിന്റെയും മന്ത്രിമാരുടെയും പ്രകടനവും വിലയിരുത്തിയാണ് മലയാളികൾ വോട്ട് ചെയ്തതെന്നും സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. ഈ UDF അനുകൂല തരംഗം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമോ അതോ LDF തിരിച്ചു വരുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്.